ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഞാൻ കറണ്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 130 രൂപയുടെ ആ ഒരു ബിരിയാണി കിറ്റ് വെച്ചിട്ടാണ് ഈ ബിരിയാണി ചെയ്യാൻ പോകുന്നത്. ഇതിൽ വനസ്പതി, ബിരിയാണി മസാല, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ റൈസ്, ഇത്രയും സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബിരിയാണി കിറ്റിൽ നമുക്ക് മാക്സിമം 7 പേർക്ക് നല്ല പോലെ കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും. 10 മിനിറ്റ് നേരം ഞാൻ ഈ ഒരു അരി സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അരി വേവിക്കാനുള്ള വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. ആ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്പൈസസ് ആയിട്ടുള്ള കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അരമുറി നാരങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കുക. അരിയെല്ലാം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ചെയ്യാൻ പോകുന്നത്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബിരിയാണി റൈസ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം നമ്മൾ മീനെല്ലാം കൂടി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടി ആവശ്യത്തിനുള്ളത്, അതേപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മീൻ നല്ലപോലെ മാഗ്നേറ്റ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ടേസ്റ്റ് ഉണ്ടാവും. ഓരോ മീനായി എടുത്ത് ഈ മസാലയിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം. ഫിഷ് ബിരിയാണിയിൽ ഫിഷെല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഫിഷെല്ലാം റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സി ജാറിൽ 2 തക്കാളിയും മല്ലിയിലയും പുതിനയിലയും അതേപോലെ തന്നെ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ സവോള ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ 4 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ബിരിയാണി ഈ ഒരു ചെരുവത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പു, കുരുമുളക് ആഡ് ചെയ്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അല്ലെങ്കിൽ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി വഴണ്ടി വരുന്നതിൻ്റെ ഒപ്പം തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ആ ഒരു പച്ചമണം എല്ലാം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത്. 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഫിഷ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ബിരിയാണി മസാലയാണ്. ഇത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ഗ്ലാസിൻ്റെ അടുത്ത് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ആ ഫിഷിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫിഷിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയില, പുതിനയില, ഗരം മസാല, നെയ്യ്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് ദമ്മിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീക്കനലൊന്നും തന്നെ വയ്ക്കുന്നില്ല, പകരം അടപ്പിട്ട് മൂടിയതിന് ശേഷം ഒരു വെയിറ്റ് എടുത്ത് വെച്ച് സിമ്മിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് എടുക്കുന്ന സമയത്ത് ഫിഷ് ഉടഞ്ഞ് അതിൻ്റെ മുള്ളെല്ലാം റൈസിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ റൈസിൻ്റെ പോർഷൻ മാറ്റിയതിന് ശേഷം മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഒപ്പം ഒരു സാലഡ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.